എപ്പോഴും ദുനിയാവിനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ആക്ഷേപിച്ചുകൊണ്ട് പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, വമിനൻ നാസി മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരെപ്പോഴും റബ്ബിനോട് പറയല്, അള്ളാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്കുള്ള നസീബിനെ എത്തിക്കണം അള്ളാ എന്നവരിങ്ങനെ പ്രാർത്ഥിക്കും. ദുനിയാവിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യം എളുപ്പമാക്കി തരണേ, ദുനിയാവിൽ ഞങ്ങൾക്ക് സമ്പത്ത് നൽകണേ, ദുനിയാവിൽ സുഖം നൽകണേ, സന്തോഷം നൽകണേ. ഏത് സമയം ദുനിയാവ് എന്നുള്ള ചിന്തയുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു പറയുന്നുണ്ട് ഫയുത്താഹു ഫിഹ എന്ന് തഫ്സീർ കാണാൻ പറ്റും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നൽകും, അവനക്ക് ദുനിയാവിൽ കൊടുക്കപ്പെടേണ്ടതൊക്കെ കൊടുക്കപ്പെടും. എന്നാൽ വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്ത് ചെല്ലുമ്പോൾ അവൻക്ക് ഒരു നസീബും അവിടെ ഉണ്ടാവില്ല. ദുനിയാവിനെ ചോദിച്ച് നടക്കുന്ന ആൾ ആഖിറത്തെ മറക്കുന്ന ആളുകളാണ്. ആ ആഖിറത്തെ മറന്നു പോകുന്ന ആളുകൾക്ക് ആഖിറത്തിൽ ഒരു വിഹിതവും കിട്ടൂല, സ്വർഗം കിട്ടൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ സച്ചിതരായ നല്ല മനുഷ്യരെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താണെന്നറിയാം, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതും, അള്ളാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്കിനി നിഅമത്തുകൾ നൽകണേ അല്ലാ, ആഖിറത്തിൽ ഞങ്ങൾക്കിനി ഹസനത്തായ സ്വർഗം നൽകണേ അല്ലാ, നരകത്തിൽ പ്രവേശിക്കാതെ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഇങ്ങനെ ആഖിറത്തെ മറക്കാതെ ആഖിറത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹ് അവരെ പറ്റി പറഞ്ഞത് ഉലൈക ലഹും നസീബുൻ, അവർക്ക് അവരുടെ ആഖിറത്തിൽ ലഭിക്കേണ്ട നസീബും കൂടി ലഭിക്കുന്നതാണ്. മാ കസബു, അവർ പ്രവർത്തിച്ചതിന് എന്തൊക്കെ നസീബുണ്ടോ ആ നസീബൊക്കെ അവർക്ക് കിട്ടും, ദുനിയാവിലും കിട്ടും ആഖിറത്തിലും കിട്ടും. അതായത് അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹജ്ജിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും, നിസ്കാരത്തിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും, പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലം അവർക്ക് കൊടുക്കും. അല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ഹിസാബിനെ തീർത്തു കൊടുക്കുന്നവനാണ്. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് അവരുടെ ഹിസാബിനെ അല്ലാഹു പെട്ടെന്ന് ഇങ്ങനെ തീർത്തു അല്ലാഹു ഹിസാബിനെ എളുപ്പമാക്കി തരട്ടെ. അങ്ങനെ അല്ലാഹ് അനുഗ്രഹിക്കുന്ന വിഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ മരണം, അതുപോലെ തന്നെ ഉഹ്റവിയായ ജീവിതം, ഇതിനെ മറന്നുകൊണ്ടാകരുത് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളൊക്കെ. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹുവിനോട് ചോദിക്കേണ്ടതും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഇങ്ങനത്തെ പ്രാർത്ഥനകളായിരിക്കണം. അള്ളാഹിനെ മറന്നുകൊണ്ടുള്ള എപ്പോഴും ദുനിയാവ് ആ ലക്ഷ്യം ഒന്ന് മാറ്റി വെക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്തായിട്ട് പറയുന്നുണ്ട്.